ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നുണയാണെങ്കിൽ പറയാ, നമ്മൾ തിരുത്താം. മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാഞ്ഞിട്ടാണ്, സമയമല്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി. നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഒരാൾ ഞാൻ നുണയനാണ് എന്ന് സ്വയം തീരുമാനിക്കുകയും നുണ പറയുകയും ചെയ്യുന്ന അവസ്ഥ എത്ര പരിതാപകരമെന്ന് ആലോചിച്ചു. ഒരു പീസ് എങ്ങനെയാണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതിന് ഉദാഹരണമായിട്ടാണ് ഈ വൈഫ് ബീറ്റിംഗ് അവിടെ കൊണ്ടുവച്ചത്. അതായത് എന്താണ് പീസ് എന്നുള്ളതിന്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. എന്താണ്? 1 അവിടെ വയലൻസ്, 2 അവിടെ ഒപ്രഷൻ, 3 അവിടെ കോഴ്ഷൻ. ഈ 3 സാധനങ്ങൾ കൂടി വരുമ്പോഴാണ് അത് പീസ് അല്ലാതെയാകുന്നത്, അത് പീസ് ആയി പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ ഈ സാധനം, ഇത് ടെററിസം ആണ്, ഇത് വയലൻസ് ആണ്. നമ്മൾ ഭാര്യയെ തല്ലുക, കുടുംബത്തിൽ ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ നിയമം എന്താ പറയുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് വിളിക്കുക. ഭാര്യ അങ്ങനെ തല്ലിയാൽ ഉണ്ട തിന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എത്ര ഉണ്ട തിന്നണ, എത്ര മെസ്സേജ് ഇപ്പൊ വന്നേനെ. ഉണ്ട തിന്നാനാണെങ്കിൽ എത്ര വൈഫ് ബീറ്റിംഗ് മെസ്സേജ് വന്നേനെ. ഇപ്പൊ ഇത് ആക്ച്വലി ഇവർ ചെയ്യുന്ന നന്മയ്ക്ക് എതിരായിട്ട് പോരാടുക എന്നുള്ളത്. എന്താണ് അത് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒന്ന് പറയുക. ഭാര്യ തല്ലാന്ന് ഡെയിലി വന്നിട്ട് ചവിട്ടുക, കൊല്ലുക എന്നുള്ള ആ രീതിയിലുള്ള പല വീടുകളും നടക്കുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. എന്താണ് അത്? നിങ്ങളുടെ ഭാഗം തന്നെയാണ് ഭാര്യ എന്ന് പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ഒരു സ്വത്താണത്. ഇതെന്ന് പറയത്തില്ല, സൂക്ഷിച്ച് ഏൽപ്പിക്കാൻ തന്നത്. വേറൊരാളുടെ നമുക്ക് വേണ്ടി കുറച്ച് നടത്തി തരുന്ന പണയ വീട്ടില് അമ്മാനത്ത്, അതിനല്ല മലയാളം എന്താ അതിന്? ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തരുന്ന ഒരു കാര്യമില്ല. അത് നമ്മളെ സ്വത്തിനെക്കാട്ട് വളരെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നമ്മളെ ഒരു പേന, പെൻസിൽ, നമ്മളെ വീട്ടിലെ ഒരു എന്തെങ്കിലും സാധനങ്ങള്, സ്വർണം, അതൊക്കെ നമ്മൾ ഇച്ചിരി കെയർലെസ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടേതാന്ന് പറയാം. പക്ഷെ വേറൊരാളുണ്ടാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മളത് വളരെ സൂക്ഷിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ആണ്, അള്ളാഹു നിങ്ങളിൽ കയ്യിലേൽപ്പിച്ചതാണ് നിങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ അതിനകത്തൊരു കുറവും വരുത്തരുത്, ആൻസർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു ദീനാണ്. അവരെങ്ങനെ അടിക്കും എന്ന് പറയും. ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ വരും. നല്ലത് മാത്രമല്ലല്ലോ പറയേണ്ടത്. പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യണമെന്നും കൂടെ അഡ്രസ് ചെയ്യണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക, നിങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരു ആത്മാവിൽ നിന്നാണ് നിങ്ങൾ ഇതുണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ പരസ്പരം ശസ്ത്രങ്ങളെ പോലെയാണ്. ഒരാളുടെ കുറവ് മറ്റൊരാളുടെ കുറവ്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് ഒരുപാട് ഇതുണ്ട്. ഇതെല്ലാം പറ്റാത്ത സമയം വരും, അതിനൂടെ അഡ്രസ് ചെയ്യണം. അങ്ങനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്, അഥവാ നിങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾ പിണക്കമുണ്ടാവും. ഇവിടെ സാധാരണ അനുസരണക്കേടെന്നാ കാണിക്കുന്നത്. അനുസരണക്കേടല്ല, ശരിക്കും പിണക്കം. നിങ്ങൾ പിരിഞ്ഞു പോകും, തലാഖിലേക്ക് പോകും, രണ്ടുപേരും വേർപിരിയും എന്ന ഭയമുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എടുത്ത വായിക്കെടുത്ത് ചെയ്യാതെ അതിന് കുറെ സ്റ്റെപ്പുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഉപദേശിച്ച് നോക്കുക, ഇങ്ങനെ ചെയ്യരുത്, ശരിയാവത്തില്ല. തലാഖ് ആയിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നം ആ സ്ത്രീക്കാണത്. പിന്നീട് എത്ര വലിയ ആധുനിക സ്ത്രീ ആണെങ്കിലും വലിയ പാടാണത്. ഒറ്റയ്ക്ക് ജീവിക്കാനും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ അവരോട് ഉപദേശിക്കുക, അതുമില്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് മാറ്റി നിൽക്കുക, അതുമല്ലെങ്കിൽ അടിക്കുക എന്ന് വരും. അടിക്കുക എന്ന് പറഞ്ഞാൽ ആ അടി എന്ന് പറഞ്ഞാല് ഒരു അധിക്ഷേപം വെച്ചാൽ എന്നെ പേഴ്സണലായിട്ട് കൈവയ്ക്കുന്നു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി എന്തായാലും അതിലും വലുതാണ് തലാഖ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇസ്ലാമിന് തലാഖ് കൊടുമെന്ന് പറയായിരുന്നു. അത് കൂടുതൽ ഡാമേജ് ആണ്. തെറ്റ് തിരുത്തി തിരിഞ്ഞു വരട്ടെ, അതിൽ നിന്ന് വരട്ടെ എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു അവരുടെ ദേഹത്തൊന്ന് കൈ ഓങ്ങുന്ന പോലെ അല്ലെങ്കിൽ തട്ടുന്ന പോലെ എന്നുള്ള ഇത് മാനസികമായിട്ടുള്ള ഒരു വേദന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദേഹോപദ്രവം അല്ല അത്. അതിന്റെ റീസൺ പറയുന്നത് കാരണം പറയുമ്പോൾ അറിയാൻ പറ്റും. നല്ലത് കാംക്ഷിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. സ്ത്രീക്ക് നല്ലതാണ് കാംക്ഷിക്കുന്നത്. നീ ഡൈവേഴ്സായി പോവരുത്, എന്റെ കൂടെ തന്നെ നിൽക്കണം മാക്സിമം, അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോകുന്നത് നീയാണ് എന്ന ആ മെസ്സേജാണ് അതിനകത്തുള്ളത്. അങ്ങനെയുള്ള അപ്പൊ ആ അടി എന്ന് പറയുമ്പോൾ ആ മാനസികമായ വേദന ഉണ്ടാക്കുക എന്നുള്ളതാണ്. വേദന ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരിക. ഇത് നടന്നില്ലെങ്കിൽ നിങ്ങൾ 2 വിവാഹക്കാരും, ഭർത്താവിന്റെ ഭാര്യയുടെ വീട്ടുകാർ കൂടെ നിന്ന് സംസാരിച്ചിട്ട് അതിനൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഒന്നും ചെയ്യരുത്. പിന്നെ അതായത് തലാഖ് ചെയ്യാതെ വീട്ടിലിരുത്തിട്ട് ചവിട്ടി അതിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പറയുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അതിനപ്പുറം ഒന്നും ചെയ്തു പോകരുത്. എങ്ങനെയെങ്കിലും അടിച്ച് ശരിയാക്കാന്നുള്ള രീതിയിൽ പോകരുത് എന്നുള്ളതല്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്ത്രീയുടെ വല്ലപ്പോഴും ഏത് വീട്ടിലാണോ പ്രശ്നം ഉണ്ടാവുന്നത്, ഇപ്പൊ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് എത്ര മാക്സിമം അതിന്റെ പോസിബിലിറ്റി നോക്കി അത് ഇല്ലാതാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം അത് തലാഖിലോട്ട് പോവും എന്നുള്ള ആ കാര്യത്തിന് വേണ്ടി പറഞ്ഞ, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ ഒരു
ഇതാണ് ഈ നിയമം. എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവിടെ ഇവിടെ തൊടാതെ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, അവര് മലാല യൂസുഫ് സായിയുടെ ഒക്കെ ഉദാഹരണം വെച്ചിട്ടാണ് പറഞ്ഞത്. ഇസ്ലാം സ്ത്രീക്ക് വിദ്യാഭ്യാസം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് വീടിനകത്ത് കഴിഞ്ഞാൽ മതി, അവർക്ക് ഉത്തമം തുന്നലൊക്കെ പഠിച്ച് വീട്ടിലിരിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് സംബന്ധിച്ച് വേണമെങ്കിൽ മറ്റൊരു അതായത് തുന്നൽ പഠിച്ച സ്ത്രീകളാണ് യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഈ തുന്നൽ പഠിച്ചത് യുദ്ധത്തിന് പോകുന്നത് എങ്ങനെ? യുദ്ധത്തിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. വീഴുന്ന ആൾക്കാർക്ക്, വെട്ടേറ്റ് വീഴുന്ന ആൾക്കാർക്ക് കളത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ട് അവർക്കുള്ള ശുശ്രൂഷകള് അതെല്ലാം ചെയ്യും. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്ലാമാണ് അത് ആദ്യം കൊടുത്തത്. വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞു. ഖുർആൻ ഒരു ആയത്തുണ്ട്, നമ്പർ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതായത് വിശ്വാസികൾ പരസ്പരം കൂട്ടുകാരാണ്, അവര് പരസ്പരം ഉത്ബോധനം ചെയ്യും. അതിൽ വിശ്വാസികളും വിശ്വാസിനികളൊന്നും പറഞ്ഞു വരും, തമ്മിൽ ഉത്ബോധനം ചെയ്യും. ഉത്ബോധനം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാന്നർത്ഥം. മതപ്രസംഗം ചെയ്യുന്നില്ലേ? മതപ്രസംഗം പോലെ സ്റ്റേജിൽ കയറി ഇരുന്ന ആൾക്കാരെ ക്ലാസ് എടുക്കാന്നർത്ഥം. നിങ്ങൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇസ്ലാം ക്ലാസ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. വിദ്യാഭ്യാസം ചെയ്തിട്ട് പോയി പറയാൻ, ആൾക്കാരുടെ അടുത്ത് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പച്ച നുണ പറയാണ് വിദ്യാഭ്യാസം പാടില്ല. എവിടെ ഉണ്ട് ഇസ്ലാം? ഖുർആനിലുള്ള ആയത്ത് എടുത്ത് കാണിക്കും വിദ്യാഭ്യാസം സ്ത്രീക്ക് പാടില്ല എന്നുള്ളത്. സ്ത്രീകളും അഭ്യസിക്കണം, അവർ പ്രബോധനം ചെയ്യണം, അവർ പോയി ഉത്ബോധനം നടത്തണം, പരസ്പരം നല്ലതിലേക്ക് ക്ഷണിക്കണം. നല്ലത് ക്ഷണിക്കണമെങ്കിൽ നല്ലത് ചീത്ത എന്താണെന്ന് അറിയണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പൊ അതെല്ലാം കണ്ടൻസ് ചെയ്താണ് ഇസ്ലാം പറഞ്ഞേക്കുന്നത്. ആയിഷ ബിയുടെ കാര്യം പറയാതെ പിന്നീട് ഇത് പറയുന്നുണ്ടത്. വലിയ വലിയ സഹാബിമാരൊന്നും ആയിഷ ബിയുടെ അടുത്ത് ക്ലാസ് കേട്ടോട്ട് പോകും. എങ്ങനെയാണ് ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്, എന്താണ് ഇതിന്റെ അർത്ഥം, ആ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും അനലൈസ് ചെയ്ത് പറയാനുള്ള ആ ബുദ്ധിയൊക്കെ ആയിഷ ബിക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ പല സ്ത്രീകൾക്കും അബ്സ അവരുടെ കയ്യിലൊക്കെയാണ് ഖുർആൻ ഉണ്ടായിരുന്നത്. അത് ചുമ്മാ എന്തെങ്കിലും അടിച്ചു വിടുവാണ്. ഓക്കെ, അതെ, ഇയാൾ ഒരു റെഫറൻസ് പോലും പറയില്ല എന്നുള്ളതാണ് അത്ഭുതം. കാരണം ഇയാൾക്ക് തോന്നിയതാണ് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.